ശ്രീ പി എം ആർ ഷോ ഒരു തെരഞ്ഞെടുപ്പ് മുഖത്ത് ഒരിക്കലും പറയരുതാത്ത സംസ്കാരശൂന്യമായ അന്തസ്സാരശൂന്യമായ ഒരു പ്രയോഗം നടത്തി, അല്ലെങ്കിൽ ഒരു പ്രയോഗ കൂട്ടം നടത്തി പി വി അൻവറിനത് പുതുമയല്ല, അൻവർ പലപ്പോഴും നടത്താറുള്ളതാണ്. പോട്ടെ, അൻവറെ നമുക്ക് വിട്ടേക്കാം. പക്ഷേ ഇപ്പോൾ രാഷ്ട്രീയ സംവാദം നടക്കട്ടെ. ഇപ്പോൾ രാഹുൽ ഗാന്ധി പിണറായി വിജയനെ പറഞ്ഞത് ശരിയാണോ, ഇന്ത്യ മുന്നോട്ട് തർക്കം അത് ശിഥിലമാക്കലെ തുടങ്ങിയ സംവാദങ്ങളിൽ, ആ സംവാദങ്ങളുടെ സമയത്ത് അങ്ങേയറ്റം വൃത്തികെട്ടൊരു വാക്ക് പറഞ്ഞ് പിണറായി വിജയൻ ചോദിക്കും, പിണറായി വിജയൻ അതിനെ സപ്പോർട്ട് ചെയ്യാൻ പാടുള്ളതാണോ? CPM ആ പ്രസ്താവന തള്ളിപ്പറയേണ്ടതല്ലേ? PM ആർഷോ എന്തുകൊണ്ടാണ് മടി? പിണറായി വിജയന് പറയാൻ കഴിയാത്ത അൻവറിനെ കൊണ്ട് പറയിക്കുകയാണ് സംശയിച്ചാലോ ആർഷോ? നിങ്ങൾക്ക് എന്തും സംശയിക്കുന്നതിനുള്ള അവകാശമുണ്ട്. സ്വാഭാവികമായിട്ടും നിങ്ങൾ ആ നിലയ്ക്ക് തന്നെ സംശയിച്ച് മുന്നോട്ട് പോയിക്കോ, അതിനകത്ത് ഞങ്ങൾക്കാർക്ക് തർക്കമല്ല. ഒന്ന്, ഈ ഒരു ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വിദ്വേഷ പരാമർശം എന്നുള്ളതാണ് നിങ്ങളുടെ ചർച്ചയുടെ ടൈറ്റിലെങ്കിൽ ഞാനിതിൻ്റെ തുടക്കം എങ്ങനെയായിരുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് കേൾക്കാൻ വേണ്ടി കഴിഞ്ഞില്ല. ഈ ഘട്ടത്തിലാണ് ഇതിനകത്തേക്ക് ജോയിൻ ചെയ്യുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉൾപ്പെടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി അടക്കം ഈ നാടിനെ വർഗീയമായി ഭിന്നിപ്പിക്കുന്നതിന് വേണ്ടി ഈ നാട്ടിലുള്ള മതന്യൂനപക്ഷങ്ങൾക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന അതിനീചമായിട്ടുള്ള വാക്പ്രയോഗങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്യേണ്ടുന്ന ഒരു ഘട്ടത്തിലാണ് അതിൽ നിന്നും മാറി ചർച്ച ഈ നിലയിലേക്ക് കൊണ്ടുപോയി ചുരുക്കി കിട്ടുന്നതിന് വേണ്ടിയിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങൾ എന്നുള്ളത് തുടക്കത്തിലെ തന്നെ സൂചിപ്പിക്കുകയാണ്. സർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നതാണെങ്കിലും ഇവിടെ PV അൻവർ പറയുന്നതാണെങ്കിലും അൻവർ പ്രധാനമന്ത്രിക്ക് പഠിക്കാവോ? ശരിയാണോ ആർഷോ? ഒന്നുമല്ലെങ്കിൽ ഇപ്പോൾ അൻവർ നേരത്തെയുള്ള കോൺഗ്രസ്സുകാരനാണ്, അദ്ദേഹത്തിന് വലിയ ഇടതുപക്ഷ ബോധ്യങ്ങളോ ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. CPM-മായി അല്ലെങ്കിൽ CPM-ന്റെ ആശയധാരയോട് ചേർന്ന് പോകാൻ കഴിയുന്ന ആളാണ് അൻവർ ഞാൻ വ്യക്തിപരം കരുതുന്നില്ല. പോട്ടെ, അതിന്റെ വ്യക്തിപര ധാരണ. എന്റെ ചോദ്യം എന്തിനാണ് തെരഞ്ഞെടുപ്പിന്റെ അവസാന മണിക്കൂറുകളിൽ CPM-ന്റെ പിന്തുണയിൽ ജയിച്ച ഒരു MLA പ്രധാനമന്ത്രിക്ക് പഠിക്കുന്നത് ആർഷോ? അല്ല, നിങ്ങൾ ഇതിനകത്ത് നടത്തുന്ന സമീകരണത്തിനകത്ത് വലിയ തെറ്റുണ്ട് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇതിനകത്ത് അങ്ങേയറ്റം വിദ്വേഷകരമായി നരേന്ദ്രമോദി ഈ ദിവസങ്ങളിൽ വമിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വിഷം, ആ വിഷത്തോട് സമീകരിക്കുന്നതിനകത്തുള്ള പ്രശ്നമുണ്ട് എന്നുള്ളതാണ് എൻ്റെ പക്ഷം. അങ്ങനെ സമീകരിക്കുന്നതിനകത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്. നിങ്ങൾക്ക് കൃത്യമായിട്ട് ദേശീയ രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ഒരു നേതാവിനെ നരേന്ദ്രമോദിയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്യാത്തതല്ല. നമുക്ക് ചർച്ച ചെയ്യാം, അത് ഉറപ്പായി ചർച്ച ചെയ്ത് തന്നെ പോകും. നമ്മുടെ ഈ ചർച്ചയുടെ ഇതൊക്കെ വരികയും ചെയ്യും. ആർഷോ ആ വിഷയത്തിലേക്ക് എത്തുക തന്നെ ചെയ്യും. പക്ഷെ ആർഷോ ഇവിടെ ദേശീയ തലത്തിൽ നിൽക്കുന്ന ഒരു നേതാവിന്റെ പിതൃത്വം പരിശോധിക്കണം എന്നൊരു MLA പറയുമ്പോൾ തള്ളിപ്പാനുള്ള മിനിമം മര്യാദ CPM നേതാക്കൾ കാണിക്കേണ്ടതല്ലേ ആർഷോ? പോട്ടെ, പിണറായി വിജയൻ ആ യുക്തിയില്ലെങ്കിൽ, MV ഗോവിന്ദന് ആ യുക്തിയില്ലെങ്കിൽ, യുവാവായ ആർഷോ എങ്കിൽ ഇപ്പോൾ ചെയ്യണ്ടേ? അൻവർ പറഞ്ഞത് വൃത്തികെട്ട വാക്കുകളാണെന്ന് പറയണ്ടേ? ഞാൻ പറഞ്ഞോട്ടെ, ആ ഗൗരവകരമായിട്ടുള്ള വിഷയത്തെ അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ ഏറ്റവും നീചമായിട്ടുള്ള പരാമർശത്തെ രാജ്യത്തെ ജനാധിപത്യ സമൂഹം ഒന്നടങ്കം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. അതിനെ ചുരുക്കുന്നതിന് വേണ്ടി, അതിനെ ചെറുതാക്കി കാണിക്കുന്നതിന് വേണ്ടി നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ അനാവശ്യ സമീകരണം അത് ശരിയല്ല എന്നുള്ളതാണ്. ആ സമീകരണത്തിന് നിങ്ങൾക്ക് കൃത്യമായ, അതായത് നിങ്ങളുടെ ചാനൽ ഈ അവതാരകർ ഉൾപ്പെടെ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ ഉദ്ദേശങ്ങളുണ്ട് എന്ന ഗൗരവകരമായിട്ടുള്ള വിമർശനമാണ് ഞാൻ ഉന്നയിച്ചിട്ടുള്ളത്. സർ, PV അൻവർ എന്ന് പറയുന്ന CPM-ന്റെ പിന്തുണയിൽ ജയിച്ച ഒരു മാന്യൻ വിദ്വേഷത്തിന്റെ വിഷം തുപ്പുന്നു. നിങ്ങൾക്കൊന്നും പറയാനില്ലേ ആർഷോ? പ്രധാനമന്ത്രി നരേന്ദ്രമോദി നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇന്നലെയും അത് തന്നെയാണ് സംസാരിച്ചത്, ഇന്നും സംസാരിക്കാൻ പോകുന്നത് അത് തന്നെയാണ്. ഒരു മാന്യൻ, ഒരു നേതാവിനെ പറ്റി, രാജീവ് ഗാന്ധി എന്ന് പറയുന്ന രാജ്യത്തിന്റെ രക്തസാക്ഷിയുടെ പുത്രനെ പറ്റി അദ്ദേഹത്തിന്റെ പിതൃത്വം പരിശോധിക്കണം എന്നൊരു ഒരു മര്യാദയോട് പറഞ്ഞിട്ട് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി അതിനെ പിന്തുണയ്ക്കുകയാണ്. എന്ത് കഷ്ടമാണ് ആർഷോ, എന്ത് കഷ്ടമാണ്! ഇതിനകത്ത് അൻവർ നടത്തിയിട്ടുള്ള പ്രസംഗവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം തന്നെ അതിനകത്ത് വിശദീകരണം തന്നു പോകുന്ന നിലയുണ്ടായിട്ടുണ്ട്. ഒന്ന്, ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് നിങ്ങളിതിനെ ചുരുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ള ആക്ഷേപം എനിക്കുണ്ട്. ആ ആക്ഷേപം ഞാൻ ഉയർത്തി എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് ഇപ്പൊ നേരത്തെ കോൺഗ്രസിന്റെ പ്രതിനിധി അവസാനം പറഞ്ഞ വാക്കുകൾ മാത്രമേ ഞാൻ കേട്ടുള്ളൂ. കോൺഗ്രസിന്റെ പ്രതിനിധിക്ക് അധികമൊന്നും പുറകോട്ട് പോകേണ്ടെന്ന് സാഹചര്യമില്ല. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ്, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രചരണമൊക്കെ ആരംഭിക്കുന്ന ഘട്ടത്തിൽ കോൺഗ്രസിന്റെ തന്നെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരിൽ ഒരാളായിട്ടുള്ള കരുണാകരനെ സംബന്ധിച്ച്, അദ്ദേഹത്തിന്റെ മകളെ സംബന്ധിച്ച് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് നടത്തിയ പരാമർശം എന്ത് എന്നുള്ളതിനെ സംബന്ധിച്ച് അദ്ദേഹം ഒന്ന് ഓർത്തു നോക്കുന്നത് നന്നായിരിക്കും എന്നുള്ളതാണ് അദ്ദേഹത്തോട് ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ഈ പറയുന്ന രോക്ഷപ്രകടനം PV അൻവർ MLA പറഞ്ഞ അധമ വാക്കുകളോട് ആർഷോ യോജിക്കുന്നുണ്ടോ, CPM യോജിക്കുന്നുണ്ടോ? രോക്ഷപ്രകടനം അല്ല, PV അൻവർ പറഞ്ഞ അധമ വാക്കുകളോട് ആർഷോയും അങ്ങയുടെ പാർട്ടിയും അത് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടോ ആർഷോ?
അൻവർ ഒരു വിശ്വാസം നടത്തിയിട്ടില്ല. അൻവർ പറഞ്ഞത് ഉറച്ചു നിൽക്കുകയാണ്. അൻവർ പണ്ട് 150 കോടി എന്തോ അഴിമതി പറഞ്ഞില്ലേ വി ഡി സതീശനെതിരെ. അതുമായി ബന്ധപ്പെട്ട് പാർട്ടിക്ക് പറയാനുള്ള പാർട്ടിയുടെ നിലപാട് വളരെ കൃത്യമായി ഇന്ന് മാധ്യമങ്ങളെ കണ്ട ഘട്ടത്തിൽ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 2, ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യേണ്ടുന്ന ഒന്നും പറഞ്ഞിട്ടില്ല. രാഷ്ട്രീയം പറയേണ്ടതിന് പകരം നാലാംകിട വർത്തമാനങ്ങൾ പറയരുത് ആരായാലും എന്ന് കൃത്യമായി പറയേണ്ടതുണ്ട്. രാഷ്ട്രീയം പറയേണ്ടതിന് പകരം നാലാംകിട വർത്തമാനങ്ങൾ ഏത് MLA ആയാലും പറയരുത് എന്ന് കൃത്യമായി പറയണം പാർട്ടി സംസ്ഥാന സെക്രട്ടറി. മുഖ്യമന്ത്രി പിണറായി വിജയൻ ചേർത്ത് പിടിക്കുകയാണ് വൃത്തികേട് പറഞ്ഞ അൻവറിനെ. ആർഷോ ഇതില് വൃത്തികേട് പറഞ്ഞു തുടങ്ങിയതാരാ? നാലാംകിട വർത്തമാനം പറഞ്ഞു തുടങ്ങിയതാരാ? എന്താ രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്ന് നടത്തിയ പ്രസംഗം? അവിടെ നിന്നല്ലേ ഈ വൃത്തികേടും നാലാംകിട വർത്തമാനം ആരംഭിക്കുന്ന ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷം വളരെ കൃത്യമായി രാഷ്ട്രീയമാണ് ആർഷോ. ഈ തെരഞ്ഞെടുപ്പിൽ അത് പറയുന്നതിന് അവിടെ കൊണ്ട് ഒരു നേതാവിന്റെ പിതൃത്വം പരിശോധിക്കണം എന്ന് പറയുന്നത് ഇടതു നയമാണോ? അതെങ്ങനെ നിങ്ങൾക്ക് രാഷ്ട്രീയമാവുക? ഒരു നേതാവിന്റെ പിതൃത്വം പരിശോധന എന്നുള്ളതാണ് നിങ്ങളുടെ മഹത്തായ രാഷ്ട്രീയം. ന്യായീകരിക്കല്ലേ ആർഷോ? അറ്റ്ലീസ്റ്റ് ന്യായീകരിക്കാതിരിക്കാനെങ്കിലും ശ്രമിക്കുക. ചുരുങ്ങിയ പക്ഷം ന്യായീകരിക്കാതിരിക്കാനെങ്കിലും ശ്രമിക്കുക. ആർഷോ എന്തായാലും കോൺഗ്രസ് വഴി പല രാഷ്ട്രീയ വഴികൾ തേടി വന്ന് CPM വന്ന ആളല്ലോ. ഏറ്റവും ചുരുങ്ങിയ പക്ഷം ന്യായീകരിക്കാതിരിക്കാനെങ്കിലും ശ്രമിക്കുക. ബഹുമാനപ്പെട്ട അവതാരകനാണ് ഇവിടെ കോൺഗ്രസിന് വേണ്ടി ന്യായീകരണം പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങതിന്റെ അവതാരകനാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി തയ്യാറാകുന്നത്. ഇതിനകത്ത് നാലാംകിട വർത്തമാനം ആരംഭിച്ചതാരാ? പിണറായി വിജയനെ ജയിലിൽ അടക്കണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എങ്ങനെയാ മഹത്തായ രാഷ്ട്രീയ ആശയ പ്രചരണമാവുന്നത്? അതെങ്ങനെ നിങ്ങൾക്ക് മഹത്തായ രാഷ്ട്രീയമാവുന്നത്? അതിനകത്തുള്ള രാഷ്ട്രീയം എന്താ? അപ്പൊ മുഖ്യമന്ത്രിക്കെതിരെ എന്തുകൊണ്ട് അന്വേഷണ ഏജൻസി വന്നില്ല എന്ന് ചോദിക്കുന്നവർക്ക് പിതൃത്വ പരിശോധന CPM നയമാണ്. അത് പറ ആർഷോ. മുഖ്യമന്ത്രിക്കെതിരെ അന്വേഷണ ഏജൻസി വരുന്നില്ല എന്ന് ആര് ചോദിച്ചാലും അവരുടെ പിതൃത്വം പരിശോധിക്കുക എന്ന PV അൻവറിന്റെ നയം CPM-ന്റെ നയമാണെന്ന് പറയൂ ആർഷോ. അപ്പൊ ക്ലിയർ ആവുമല്ലോ. നിങ്ങൾക്ക് ഞാൻ വളരെ ക്ലിയർ ആയിട്ട് തന്നെ പറയുന്നത്. നിങ്ങൾക്ക് അതെങ്ങനെയാ നിങ്ങൾക്ക് വലിയ മഹത്തായ രാഷ്ട്രീയ പ്രചരണം ആവുന്നത്? ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആവുന്നത് എങ്ങനെയാ? നിങ്ങൾക്ക് എന്ത് കേസിന്റെ പുറത്താണ് പിണറായി വിജയനെ ജയിലിലടക്കേണ്ടത്? ഈ രാജ്യത്ത് സംഘപരിവാറിനെതിരായിട്ടുള്ള പോരാട്ടം കൃത്യമായി മുന്നോട്ട് പോകുമ്പോൾ സംഘപരിവാറിനെതിരായിട്ടുള്ള രാഷ്ട്രീയ പ്രചരണം ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യാകുമ്പോൾ സംഘപരിവാറിന്റെ നെറികെട്ട ഭരണം അവസാനിപ്പിക്കേണ്ടുന്ന ഒരു സാഹചര്യത്തിൽ RSSനെതിരെ വാതുറക്കാതെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെ കൂട്ടായ്മയെ ആകെ തകർക്കുന്ന നിലയിലേക്ക് കേരളത്തിൽ വന്ന് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യണം, പിണറായി വിജയനെ ജയിലിലടക്കണം എന്ന് രാഹുൽ ഗാന്ധി പറയുന്നത് നിങ്ങൾക്ക് മഹത്തായ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആവുന്നത് എങ്ങനെയാണ് സാറേ? അപ്പൊ അത് രാഷ്ട്രീയം. ഇന്ദിരാഗാന്ധിയുടെ കാര്യം പിണറായി വിജയൻ പറഞ്ഞത് രാഷ്ട്രീയം. അൻവർ പറഞ്ഞത് അരാഷ്ട്രീയമാണ്. രാഹുൽ ഗാന്ധി പറയുന്നത് രാഷ്ട്രീയം, പിണറായി വിജയൻ മറുപടി പറയുന്നത് രാഷ്ട്രീയം. ഇപ്പോൾ ആർഷോ പറയുന്നത് രാഷ്ട്രീയം. അൻവർ പറയുന്നത് നാലാംകിട വൃത്തികെട്ട വാക്ക്. സമ്മതിക്ക്. അൻവർ പറയുന്നത് നാലാംകിട അരാഷ്ട്രീയ വൃത്തികെട്ട വാക്ക്. അത് തള്ളിപ്പറ. ബാക്കി നമുക്ക് രാഷ്ട്രീയം പിന്നെ സംസാരിക്കാമല്ലോ. അല്ല ഏത് നേതാവായിക്കോട്ടെ പിതൃത്വ പരിശോധന നടത്തുന്ന ഏത് നേതാവ് പറഞ്ഞാലും അങ്ങേയറ്റം വൃത്തികെട്ട വാക്കുകളാണ്. അത് കേരള രാഷ്ട്രീയത്തിന്റെ മാന്യതയ്ക്ക് നിരക്കുന്നതല്ല. തള്ളിപ്പറയാൻ തയ്യാറാവണം. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കൃത്യമായ രാഷ്ട്രീയം ചർച്ച ചെയ്യണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ താല്പര്യം. അങ്ങനെ രാഷ്ട്രീയം ചർച്ച ചെയ്ത് തന്നെയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി മുന്നോട്ട് പോയിട്ടുള്ളത്. എന്നാൽ ഇതിന്റെ വഴിതെറ്റിക്കുന്നത് അല്ലെങ്കിൽ ഈ നിലയിലേക്ക് ചർച്ച വഴിതിരിച്ചുവിടുന്നത് ഇവിടെ രാഷ്ട്രീയം വിട്ട് നാലാംകിട വർത്തമാനം പറയുന്നത് ആരംഭിച്ചത് രാഹുൽ ഗാന്ധിയാണ് എന്നുള്ളതിനകത്ത് തർക്കമില്ല. ആ നിലയിലേക്ക് തെരഞ്ഞെടുപ്പിൽ നാലാംകിട വർത്തമാനം ആദ്യമായി പറയുന്നത് നിങ്ങളുടെ MLA ആണ്. അൻവർ എന്നാണ് അയാളുടെ പേര്. ഈ തെരഞ്ഞെടുപ്പിൽ ഇതുവരെ പ്രചരണത്തിൽ നാലാംകിട വർത്തമാനം അന്തസ്സില്ലാത്ത സംസ്കാരശൂന്യമായ വർത്തമാനം പറഞ്ഞത് PV അൻവർ നിങ്ങളുടെ MLA ആണ്. ആർഷോ ബാക്കി രാഷ്ട്രീയം വഴിയെ ചർച്ച ചെയ്യാം. ഷിബി ഗോപാലകൃഷ്ണൻ ഇന്നിപ്പോ ബാക്കി രാഷ്ട്രീയമാണ് എന്ത് PM ആർഷോ എങ്ങനെയാണ്? PM ആർഷോ ഇപ്പൊ VD സതീശനും K സുധാകരനും ചോദിച്ചുകൊണ്ടിരുന്ന ഒരു ചോദ്യം വ്യക്തിപരമായി രാഹുൽ ഗാന്ധി ദേശീയ സ്റ്റേറ്റിൽ നിൽക്കുന്ന ഒരാൾ ഇവിടെ വന്ന് ചോദിക്കാൻ പാടില്ലാത്ത ചോദ്യം ഞാൻ വ്യക്തിപരമായി പറയും. എന്റെ ചർച്ച ചെയ്യാൻ നിലപാട് അത് തന്നെയാണ്. അത് പറയുന്നതിന് ആ നേതാവിന്റെ DNA പരിശോധിക്കണം എന്ന് പറയുന്നതിനെ രാഷ്ട്രീയമായി ഇക്വേറ്റ് ചെയ്യണോ ആർഷോ? കഷ്ടമാണേ.